ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്ത ദാഹം. കൊട്ടാരത്തിലെവിടെയും ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ രാജ്യം മുഴുവനും നിങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി പട്ടാളക്കാരും നിങ്ങളുടെ ഖാദിമീങ്ങളും എല്ലാവരും സെർച്ച് ചെയ്തു. ഒരു തുള്ളി വെള്ളം എവിടുന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മരണത്തോട് മല്ലിടുന്ന, ദാഹിച്ചിട്ട് മരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെത്തി. അപ്പോഴാണ് നിങ്ങൾക്ക് അപരിചിതനായ, പരിചയമില്ലാത്ത ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് എന്ന് വിചാരിക്കരുത്, വെള്ളത്തിന് വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? തരാം എന്ന് പറയും. എത്രയാ വില? എത്ര വില എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ രാജ്യം ഉണ്ടല്ലേ, വിശാലമായ സാമ്രാജ്യം, ഇതിൻ്റെ നേരെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എഴുതി കൊടുക്കുമോ എന്ന് ഇബ്നു സമാക്ക് തങ്ങൾ വളരെ സോഫ്റ്റായിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിച്ചു. ഹാറൂൺ റഷീദ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ വില. ഇപ്പോൾ യഥേഷ്ടം കിട്ടുന്നുണ്ടല്ലോ കുടിവെള്ളം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടി. ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റിലേക്ക് പോകുന്നില്ല മൂത്രം. ഒരുപാട് തവണ പോയി. പലരും പറയുന്നു വെള്ളം കുടിക്കണം. നിങ്ങൾ കുടിച്ച് വെള്ളം കുറേ കുടിച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ തല വെട്ടും എന്ന അർത്ഥത്തിലേക്ക് എത്തി. അത്രയും കുടിച്ച് നിങ്ങളുടെ വയറ് വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി മൂത്രം പോകണില്ല. പലരും പല മെഡിസിനും തന്ന് പരീക്ഷിച്ച് നോക്കി, ഒന്നിനും ഫലം കാണുന്നില്ല. നിങ്ങൾ മരിക്കാൻ തന്നെ എന്തപ്പോൾ ചെയ്യുക? വേറെ വഴിയില്ലല്ലോ. വേദന കൊണ്ട് പൊളയുന്നു, അസഹനീയമായ വേദന, കലശമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി പോകണമില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചെറിയൊരു ഗുളിക കാണിച്ചു തന്നിട്ട് പറയണം, ഇത് കഴിച്ചാൽ ഒറ്റയടിക്ക് മൂത്രം പോകും, കഴിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ശിക്ഷയ്ക്കും വിധേയമാക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ എടുത്ത് ഫ്രീ ആയിട്ടൊന്നും തരില്ല, നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഗുളികയ്ക്ക് വേണ്ടി, അത് നിങ്ങളുടെ മൂത്രം നജസ് പുറത്തു പോയതിനു വേണ്ടി നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചു. കൊടുക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഉഫ്രാനൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു അൽഹംദുലില്ല ഹൃദയത്തിൽ നിന്നാണോ അല്ല വെറുതെ വെറും വാക്കാണോ എന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണത്തെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം പ്രശ്നം. അതുകൊണ്ടാണ് നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം ഉണ്ടായത്. ഒരാൾ നന്ദിയുള്ള അടിമയാവണമെങ്കിൽ റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണം. റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ സ്വർഗം വാങ്ങാനാണ് ഉപയോഗിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. സമ്പത്ത്, സമയം, ആരോഗ്യം, മക്കൾ, അങ്ങനെ എല്ലാം ഉണ്ടാവും. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ഈ അനുഗ്രഹങ്ങളൊക്കെ ക്യാപിറ്റലാണ്, മൂലധനമാണ്. ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാനും കഴിയും, നരകം വാങ്ങാനും കഴിയും. ഉദാഹരണത്തിന് ആരോഗ്യം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് അതത് കാലത്തെ അമ്പിയാക്കളുടെ ശത്രുക്കൾ. അബു ജഹൽ ഉദാഹരണമാണ്, ഫറവ വേറൊരു ഉദാഹരണമാണ്, കാറൂൻ മറ്റൊരു ഉദാഹരണമാണ്. സമ്പത്ത് കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് ഇതേ ടീം. അതിൽ ഒന്നാം റാങ്ക് ഉണ്ടാവുക കാറൂനായിരിക്കും. സമയം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ചവരും ഉണ്ട്. ഇനി തിരിച്ചുണ്ടാവും. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിയ മഹാന്മാരല്ലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാൻ ശ്രമിച്ച മഹാന്മാരല്ലേ വജാദു ബി അംവാലിൻ വബാഉ നുഫൂസഹും ബദരീങ്ങൾ ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് അള്ളാഹു തന്ന അനുഗ്രഹം? ഒരു പക്ഷേ ടെക്നിക്കലി കഴിവുള്ള ഒരു ടെക്കി ആയിരിക്കും. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? അദ്കാറിൻ്റെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ബദരിയത്തെ എല്ലാനും തബാറക്ക സൂറത്ത് ഓതാനും ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആ തലച്ചോറ് കൊണ്ട് ഈ ടെക്നിക്കൽ മികവുണ്ടാക്കി ആ മനുഷ്യന് കിട്ടുന്ന കൂലി എത്ര ഇരിക്കും? കേട്ടോ, ആലോചന കൊണ്ട് അവർ സ്വർഗം വാങ്ങാണ്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരില്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. എത്രയോ മുത്താലിമീങ്ങളുടെ തക്കാഫുൽ ഏറ്റെടുത്ത് എത്ര ഉള്ളത്. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ സ്വർഗം വാങ്ങാനുള്ള വഴിയായി കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്തിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റുന്നത്. ദീർഘമായ എല്ലാ ഏരിയകളിലേക്കും പോയ